ദ മദർ ഓഫ് ഗോഡ്, അല്ലെങ്കിൽ സെയിന്റ് മേരി ദി തെയോടോക്കോസ് എന്നുള്ളതാണ് വിഷയം. സെയിന്റ് മേരിയെ പറ്റി ഒട്ടേറെ അബദ്ധധാരണകളും അതുപോലെ തന്നെ വികലമായ പഠിപ്പിക്കലുകളും ഒക്കെയുള്ള ഒരു സാഹചര്യമാണ്. നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ 2025 നവംബർ മാസത്തിൽ ഒരു ഹിസ്റ്റോറിക് പ്രൊനൗൺസ്മെന്റ് ഉണ്ടായി ഫ്രം ദ റോമൻ പോപ്പ്. അദ്ദേഹം പറഞ്ഞ ഇതാണ്: സെയിന്റ് മേരി ഷുഡ് നോട്ട് ബി കോൾഡ് കോ റെഡിമിട്രിക്സ് ആൻഡ് മീഡിയാട്രിക്സ്. രണ്ട് കാര്യങ്ങൾ അദ്ദേഹം നിരോധിച്ചു. അതായത് സെയിന്റ് മേരി ഷുഡ് നോട്ട് ബി കോൾഡ് കോ റെഡിമിട്രിക്സ് എന്ന് പറഞ്ഞാൽ കോ റെഡീമർ അല്ലെങ്കിൽ സഹരക്ഷക എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഇനി മാതാവിന് കൊടുക്കാൻ പാടില്ല. ആരും അങ്ങനെ മാതാവിനെ അഡ്രസ് ചെയ്യരുത്. രണ്ടാമത് പറഞ്ഞത് മീഡിയാട്രിക്സ് എന്ന വാക്കാണ്. മീഡിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ മധ്യസ്ഥ എന്ന വാക്കാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്ക് മധ്യസ്ഥം വഹിക്കാനായിട്ട് ഈ മാതാവ് മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ അതിനെ കാണാൻ പാടില്ല. അപ്പൊ ഈ രണ്ട് സംജ്ഞകൾ കത്തോലിക്ക സഭ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇറക്കിയ ഒരു എൻസിക്ലിക്കലാണ്. ഒത്തിരിയധികം ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പോ കത്തോലിക്ക സഭയിൽ പ്രധാനമായിട്ടും ഈ മാതാവിന് കൊടുക്കുന്ന ഒരു സ്ഥാനമുണ്ട്. ഓർത്തഡോക്സ് സഭകൾ മാതാവിന് കൊടുക്കുന്ന മറ്റൊരു സ്ഥാനമുണ്ട്. മൂന്നാമത്തെ ഫാമിലി പ്രൊട്ടസ്റ്റന്റ് ഫാമിലിയാണ്. ഈ പ്രൊട്ടസ്റ്റന്റ്സ് ഏത് രീതിയിലാണ് മാതാവിനെ കാണുന്നത്? ഈ മൂന്ന് കൂട്ടരും മൂന്ന് രീതിയിലാണ് മാതാവിനെ കാണുന്നത്. സോ വി ഹോൾഡ് Saint Mary in high encomium and we call her the Mother of God or the Theotokos, and we call her Eternal Virgin. ഈ മാതാവിന് നമ്മൾ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ആഡ്ജക്റ്റീവ്സ് ഇതൊക്കെയാണ്. സെയിന്റ് മേരി ഈസ് ദ മദർ ഓഫ് ഗോഡ്. മാതാവ്, ദൈവമാതാവ്, മറിയാം ദൈവമാതാവാണെന്നുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ടീച്ചിങ് ആണ്. അച്ഛാ, ഇതിന്റെ സ്ലൈഡ് ഒന്ന് മാറ്റി തരണേ. നെക്സ്റ്റ്. ഓക്കെ. സോ ഇൻ അവർ ചർച്ച് മേരി ഈസ് നോട്ട് വർഷിപ്ഡ് ബട്ട് വെനറേറ്റഡ്. നമ്മുടെ സഭയിൽ ഒരിക്കലും മാതാവിനെ വർഷിപ്പ് ചെയ്യുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞ കാത്തലിക് ചർച്ചിൽ ഈ കോ റെഡിമെട്രിക്സ് എന്ന് പറയുന്ന ഒരു സംജ്ഞ മാതാവിന് വേണ്ടി ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ അവര് ഏറെക്കുറെ ഒരു വർഷിപ്പിന്റെ ഭാഗത്തേക്ക് പോയി. നിങ്ങൾക്ക് തന്നെ കാണാം, ഈ കാത്തലിക് ചർച്ചിൽ പലയിടത്തും ഈ ഗ്രോട്ടോകളൊക്കെ ഉണ്ടാക്കി മാതാവ് തന്നെ നിൽക്കുന്ന ചില പ്രതിമകളൊക്കെ ഉണ്ട്. വിതൗട്ട് എനി ചൈൽഡ് വിത്ത് ഹർ. ഒരു ചൈൽഡൊന്നും കയ്യിലില്ലാതെ മാതാവ് തന്നെ ഇങ്ങനെ കൈയൊക്കെ വിടർത്തി നിൽക്കുന്ന പ്രതിമകൾ ധാരാളം. അപ്പൊ മാതാവിനെ മാത്രമായിട്ട് കാണുകയും മാതാവിന് മാത്രമായിട്ട് വെനറേഷൻ കൊടുക്കുകയും ചെയ്യുന്ന രീതി, അത് ഒരു വർഷിപ്പിന്റെ തലത്തിലേക്ക് വളർന്നു വന്ന ഒരു കാലമാണ് കത്തോലിക്ക സഭയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഓർത്തഡോക്സ് സ്റ്റാൻസ് എന്താണ്? ഇപ്പൊ ഇത് ഒരു ഭാഗത്ത് മാതാവിനെ കോ റെഡീമറായിട്ടും അതുപോലെ തന്നെ ഒരു മീഡിയേറ്ററായിട്ടും ഒക്കെ വെക്കുമ്പോൾ, മറ്റേ എക്സ്ട്രീം, ഒരെക്സ്ട്രീം ഇതാണ്, ഈ കാത്തലിക് എക്സ്ട്രീമാണ്. രണ്ടാമത്തെ എക്സ്ട്രീം എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റന്റ്സ് ആണ്. പ്രൊട്ടസ്റ്റന്റ് എക്സ്ട്രീം എന്താണ്? അവർ പറയുന്നത് മാതാവിന് യാതൊരു സ്ഥാനവും ഇല്ല. There is virtually no importance for Saint Mary. Saint Mary is just, she gave birth to Jesus. അതുകൊണ്ട് ജീസസിനാണ് പ്രാധാന്യം. ജീസസ് ക്രൈസ്റ്റ് is to be worshipped and he is the real content of the whole story, and there is no place for Saint Mary in our faith, Christian faith. അതാണ് ഈ പ്രൊട്ടസ്റ്റന്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവര് മാതാവിനെ പല രീതിയിൽ വിളിക്കാറ്. മാതാവിനെ ബനാന പീൽ എന്ന് വിളിച്ചിട്ടുണ്ട്, എഗ് ഷെൽ എന്ന് വിളിച്ചിട്ടുണ്ട്, എഗ്ഗിന്റെ ഷെൽ, മുട്ടത്തോടൊന്നും.
മുട്ടത്തോടെന്നോ അല്ലെങ്കിൽ പഴുത്തൊലിയെന്നോ അല്ലെങ്കിൽ ചിലർ വിളിച്ചിട്ടുള്ളത് വിത്ത് വട്ടി എന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വിത്ത് എടുത്തുകൊണ്ട് പോകുന്ന വട്ടികളുണ്ടായിരുന്നു. വിത്ത് കൊണ്ട് വിതച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വട്ടി എടുത്ത് ദൂരെ കളയും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു പേരും ഒക്കെ കൊടുത്താണ് മാതാവിനെ ഈ പ്രോട്ടസ്റ്റൻസ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വളരെ രണ്ട് എക്സ്ട്രീംസിന്റെ നടുക്കാണ് ഓർത്തഡോക്സ് ചർച്ചസ് നിൽക്കുന്നത്. ഓർത്തഡോക്സ് ചർച്ചസ് മാതാവിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മൾ ഇനി പഠിക്കേണ്ട വിഷയമാണ്. മാതാവിന് നമ്മൾ കൊടുക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് വിശേഷണങ്ങൾ നിങ്ങൾക്ക് അത് 4-ാം തുബിതേൻ വായിക്കാം. 4-ാം തുബിതേനിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. ഇത്രയും വിശേഷണങ്ങളാണ് 4th തുബിതേനിൽ പറയുന്നത്. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ വിശുദ്ധ മറിയാം. ഇത്രയും വിശേഷണങ്ങൾ മാതാവിന് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും തിയോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന 2 സംജ്ഞകളാണ്. ഒന്ന്, മേരി ഈസ് ദ മദർ ഓഫ് ഗോഡ്, അല്ലെങ്കിൽ തെയോടോക്കോസ് എന്ന് പറയും. തെയോടോക്കോസ് എന്ന് പറയുന്ന വാക്കിന് യഥാർത്ഥത്തിൽ മദർ ഓഫ് ഗോഡ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. അത് സുറിയാനി ഭാഷയിൽ മറിയം യൊൽദ സാലോഹോ എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ വഹിച്ചവൾ അല്ലെങ്കിൽ ജനനി എന്നാണ് വിളിക്കുന്നത്. അത് സുറിയാനി ഭാഷയിൽ ഇത് വളരെ കറക്റ്റാണ്. യൊൽദ സാലോഹോ, ഏമോദ് ആലോഹോ എന്നല്ല വിളിക്കുന്നത്. അതായത് ദൈവത്തിന്റെ അമ്മയെന്നല്ല സുറിയാനി ഭാഷയിൽ ഉപയോഗിക്കുന്നത്, ദൈവത്തെ പ്രസവിച്ചവൾ എന്നാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തേത്, സെയിന്റ് മേരി ഈസ് ദ പെർപ്പച്വൽ വെർജിൻ. ഞാൻ ഈ കഴിഞ്ഞ 2 മാസം മുമ്പ്, 2 മാസം മുമ്പ് നമ്മുടെ റിജോ അച്ഛൻ ഇവിടെ കോട്ടയത്ത് അദ്ദേഹത്തിന്റെ പെയിന്റിങ്സിന്റെ എല്ലാം കൂടെ ഒരു എക്സിബിഷൻ നടത്തിയിരുന്നല്ലോ. നിങ്ങൾ ചിലരെല്ലാം കണ്ടു കാണുമായിരിക്കും. അതിനകത്ത് ഒരു പെയിന്റിങ് എന്നെ വളരെയധികം സ്പർശിച്ചു. അച്ഛൻ അതിനകത്ത് വരച്ചിരുന്ന സെയിന്റ് മേരിയുടെ ഒരു പെയിന്റിംഗ് ആണ്, ഒരു ഐക്കോൺ. അതിനകത്ത് അദ്ദേഹം രൂപീകരിച്ചിരിക്കുന്നത് കുർബാന പടിഞ്ഞാറോട്ട് എഴുന്നള്ളിക്കുമ്പോൾ പറയുന്ന വാക്കുകൾ എങ്ങനെയാണ് സെയിന്റ് മേരിയിൽ അത് നിവർത്തിതമായിരിക്കുന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഈ വിശുദ്ധതകൾ നമ്മളിങ്ങനെ പടിഞ്ഞാറോട്ട് കൊണ്ടുവരുന്ന സമയത്ത് പറയുന്ന ചില വാക്കുകളുണ്ടല്ലോ, ഇത് ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് കൊടുക്കുന്നവരുടെ മേലും ഇത് പ്രാപിക്കുന്നവരുടെ മേലും ഇതിൽ പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ളവരും ഇനി സംബന്ധിപ്പാൻ ഇരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടാകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എല്ലാം കൂടെ അച്ഛൻ ആ ചിത്രത്തിനകത്ത് നല്ല ഭംഗിയായിട്ട് അത് വരച്ചു കൂട്ടിയിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഈ പറഞ്ഞ എല്ലാ വാക്കുകളും കൂടെ ഒരുപോലെ കൃത്യമായിട്ടും ചേർന്ന് വരുന്നത് മാതാവിലാണ്. മാതാവാണ് ദൈവത്തെ ഈ വിശുദ്ധതകൾ വഹിച്ചയാള്. വയറ്റിൽ ഉദരത്തിൽ വഹിച്ചു എന്നുള്ളത് ഒന്ന്. 2, വഹിച്ചവർ, കൊടുത്തവൾ, ഈ ലോകത്തിന് ദൈവത്തെ കൊടുത്തവൾ മാതാവാണ്. കൂടാതെ ഇതിൽ സംബന്ധിക്കുന്നവർ അതും മാതാവ് തന്നെയാണ്. മാതാവ് തന്റെ ജീവിതത്തിൽ കർത്താവുമായിട്ട് ഒരു സംബന്ധമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ വാക്കുകളെല്ലാം കൂടെ വളരെ മീനിങ് ഫുൾ ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അച്ഛൻ അതിനകത്ത് വരച്ചു ചേർത്ത് ഞാൻ ഓർക്കുന്നു. ഇപ്പൊ മാതാവിന് അത്രയ്ക്ക് വലിയൊരു സ്ഥാനം ഉണ്ട് എന്ന് ഞാൻ പറയുകയാണ്. ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഈ 2 കോൺസെപ്റ്റുകളായിരിക്കും ചർച്ച ചെയ്യുന്നത്. ഒന്ന്, മേരി ദി മദർ ഓഫ് ഗോഡ് ഓർ തെയോടോക്കോസ്. തെയോടോക്കോസ് എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ വാക്കിന്റെ ഗ്രീക്ക് ഭാഷയിലുള്ള വാക്കാണ് മറിയം യൊൽദ സാലോഹോ എന്ന് പറഞ്ഞാൽ ദൈവജനനി അല്ലെങ്കിൽ ദൈവത്തെ വഹിച്ചവൾ എന്ന വാക്കാണ്. നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് ഇട്ടു. ഓക്കെ. അപ്പൊ ഈ മദർ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഒരു പ്രശ്നം ഉണ്ടാക്കിയൊരു കാര്യമാണ്. ഞാൻ ഈ ക്ലാസ്സുകൾ വേറെ എടുക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. വോക്ക് ദി ഓർത്തഡോക്സ് വേ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ചാനലുണ്ട്, ഒരു യൂട്യൂബ് ചാനലുണ്ട്, വോക്ക് ദി ഓർത്തഡോക്സ് വേ. അതിനകത്ത് ഈ മാതാവിനെ പറ്റി
കുറേ എപ്പിസോഡ്സ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഡസ് മേരി ഹാവ് ഡസ് ജീസസ് ഹാവ് എ നെയ്വൽ എന്നുള്ളതാണ്. കർത്താവിന് പൊക്കിൾ ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യം. യേശു ക്രിസ്തുവിന് പൊക്കിൾ ഉണ്ടായിരുന്നു. നമുക്ക് കേൾക്കുമ്പോൾ ഒരല്പം ഒരു സ്ട്രേഞ്ച് ആയിട്ട് തോന്നും. പക്ഷെ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിയോളജിക്കൽ ക്വസ്റ്റ്യൻ. ഡിഡ് ജീസസ് ഹാവ് എ നെയ്വൽ? കർത്താവിന് പൊക്കിൾ ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിന് പൊക്കിൾ ഉണ്ടായിരുന്നു. എന്തോ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ആരെങ്കിലും ഇത് പറയാമോ? യേശുക്രിസ്തുവിന് പൊക്കിൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ, ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഒരിക്കലും ഒരു കൃത്യമായ മനുഷ്യനായിരുന്നു എന്ന് പറയാൻ ഒക്കില്ല. യേശുക്രിസ്തു 9 മാസം മറിയാമിന്റെ വയറ്റിൽ ഒരു ശിശുവായി, ഒരു ഭ്രൂണമായി കിടക്കുകയും 9 മാസം കഴിഞ്ഞ് അവൻ സാധാരണ ശിശുവിനെ പോലെ ഒരു പൊക്കിളുള്ള ഒരാളായിട്ട്, പൊക്കിൾ കൊടിയുമായിട്ട് ജനിച്ചയാളാണെന്നും നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഈ പ്രശ്നമാണ് AD 428 ഈ നെസ്റ്റോറിയസ് എന്ന് പറയുന്ന ആള് പറഞ്ഞത്. നിങ്ങൾക്കറിയാമല്ലോ, യേശുക്രിസ്തുവിന് രണ്ട് സ്വഭാവങ്ങളുണ്ടെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഈ കത്തോലിക്ക സഭ. ഒരു ദൈവ സ്വഭാവവും ഒരു മനുഷ്യ സ്വഭാവവും. യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. ഈ ദൈവത്വവും മനുഷ്യത്വവും എങ്ങനെയാണ് മറിയാമിൽ സംയോജിതമായിരിക്കുന്നത്? ഹൗ ഈസ് ഇറ്റ് മിങ്കിൾഡ് ആൻഡ് മിക്സ്ഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്? യേശുക്രിസ്തുവിൽ ഈ 2 സ്വഭാവങ്ങൾ, അതായത് ദൈവത്വവും മനുഷ്യത്വവും എങ്ങനെയാണ് വേർപിരിയാനാവാത്ത വിധം അത് ഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളതെന്നുള്ള ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അത് ഒരുപക്ഷെ നമ്മുടെ ആരുടെയും ചിന്തകൾക്കും ഒന്നും വഴങ്ങുന്നതല്ല. ഇറ്റ് ഈസ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ, ബിയോണ്ട് അവർ കോംപ്രിഹെൻഷൻ. വിശുദ്ധ കുർബാനയിൽ പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് വീഞ്ഞിനകത്ത് വെള്ളം ഒഴിക്കുന്നത്? വീഞ്ഞ് കർത്താവ് അത് ഉപയോഗിച്ചപ്പം വെള്ളം ചേർത്തായിരുന്നു ഉപയോഗിച്ചെന്ന് ചോദിക്കുന്നവരുണ്ട്. ഈ പുരോഹിതന്മാര് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് വീഞ്ഞ് ഒരുക്കുമ്പോൾ അതിനകത്ത് തുല്യ അളവിൽ വീഞ്ഞും തുല്യ അളവിൽ വെള്ളവും കൂടെ ചേർത്താണ്, ഒരേ അളവിൽ എന്ന് പറഞ്ഞാൽ അത് രണ്ടും കൂടെ ചേർത്തത് യേശു ക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും ഒരേ അളവിൽ അവനിൽ ഉണ്ടായിരുന്നു. എന്നാൽ അത് നിങ്ങൾക്കറിയാമല്ലോ, when water and wine are mixed, you cannot separate it after mixing. മാറ്റാൻ പറ്റുമോ? നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. പിന്നെ എന്ന് പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഒരേ അളവിൽ ഉണ്ടായിരുന്നു. അതിൽ ഏതാണ് കൂടുതലെന്നോ കുറവെന്നോ പറയാൻ പറ്റുകയില്ല. ആൻഡ് യു കനോട്ട് സെപ്പറേറ്റ് ഇറ്റ്. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാമത്. യേശു ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഉണ്ടായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന് ഒരു പൊക്കിൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എങ്കിൽ we have to underline and uphold the motherhood of Saint Mary. ഒരു അമ്മയില്ലാതെ എങ്ങനെയാണ് പൊക്കിൾ ഉണ്ടാകുന്നത്? എവ്രി navel says that you have a mother. അല്ലേ? നമ്മുടെയൊക്കെ പൊക്കിള് പറഞ്ഞു തരുന്ന കഥ എന്താണ്? എവ്രി navel in anybody's body, the navel says that you have a mother, because the navel is an indication that you had an inseparable connection with your mother when you were in the womb, and that connection was cut when you came out of the womb. അത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരു ഇൻസെപ്പറബിൾ ആയിരിക്കുന്ന ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ യേശു ക്രിസ്തുവിന് ഈ ലോകത്തിലേക്ക് വരാനായിട്ട് മാതാവ് കൃത്യമായിട്ട് ഒരു ഡോറായിരുന്നു. മാതാവിനെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. ഈ മാതാവിനെ നമ്മൾ ഉയർത്തി പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് മാതാവിനെ ഉയർത്തുന്നതെന്നാണ്. യഥാർത്ഥത്തിൽ മാതാവിനെ നമ്മൾ when we extol and when we venerate Saint Mary, we are not giving single glory to the mother. We are underlining the humanity of Jesus Christ. യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ നമ്മൾ ശരിയായിട്ടും ഉയർത്തി കാണിക്കുകയാണ്. ഈ കത്തോലിക്ക സഭയിലാണെങ്കിൽ മരിയോളജി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. മരിയോളജി എന്ന് പറഞ്ഞാൽ
മറിയ വിജ്ഞാനീയം എന്ന് മലയാളത്തിൽ പറയാം, മറിയോളജി. In Orthodox Church, we don't have any Mariology as such. We have only Christology. യേശു ക്രിസ്തുവിനെ ഉയർത്താൻ വേണ്ടിയാണ് നമ്മൾ ഇത് പറയുന്നത്, അല്ല മറിയെ പ്രത്യേകിച്ച് ഉയർത്തി കാണിക്കാൻ വേണ്ടി അല്ല പറയുന്നത്. When we extol and when we venerate and uphold Saint Mary, we are indirectly stating that Jesus Christ had a humanity in him. യേശു ക്രിസ്തുവിന് ഒരു പൂർണ്ണ മനുഷ്യത്വം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തു യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരു പ്രീ എക്സിസ്റ്റൻസ് യേശുക്രിസ്തുവിനുണ്ട്. ബിഫോർ ഇൻകാർണേഷൻ ജീസസ് വാസ് ബോൺ, ദ സൺ ഓഫ് ഗോഡ് വാസ് ബോൺ ഓഫ് ദ ഫാദർ വിതൗട്ട് എ മദർ. നമ്മുടെ ഒരു പ്രൊമിയനിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്, ഇൻ ദ പ്രീ എക്സിസ്റ്റൻസ് സ്റ്റേജ്, അതായത് ഒരു കർത്താവിന്റെ മനുഷ്യാവതാരത്തിന് മുമ്പുള്ള സ്റ്റേജിൽ, അതായത് സൺ ഓഫ് ഗോഡ് എന്ന് പറയുന്ന ആ സ്റ്റേജിൽ, ദ സൺ ഓഫ് ഗോഡ് വാസ് ബോൺ ഓഫ് ദ ഫാദർ വിതൗട്ട് എ മദർ. അന്ന് ഒരു ബയോളജിക്കൽ മദർ ഇല്ല. ഒരു ബയോളജിക്കൽ മദർ ഇല്ലാതെ പിതാവിൽ നിന്ന് മാത്രം ജനിച്ചതാണ് പുത്രൻ. എന്നാൽ മനുഷ്യാവതാരം വന്നപ്പോൾ, ഇൻ ദ ഇൻകാർണേഷൻ, വാട്ട് ഹാപ്പൻസ്? Jesus Christ, as a historic person, when he assumed body from Saint Mary and took flesh from her. അപ്പൊ അവിടെ എന്തില്ല? There is no biological father, but biological mother. ആദ്യം ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം അമ്മ, ഒരു മാതാവില്ലാതെ പിതാവിൽ നിന്ന് ജനിച്ചു. എന്നാൽ ഹിസ്റ്ററിയിലേക്ക് വന്നപ്പോൾ, when he took flesh as a human being, when he became a historic person, he had to assume a body, and Jesus Christ had no biological father, and he was born of a mother without a father. ആദ്യത്തെ നിങ്ങൾ ഓർത്തിരിക്കണം, മാതാവില്ലാതെ പിതാവിൽ നിന്ന് ജനിച്ചു. കാലങ്ങൾക്ക് മുമ്പ്, അനാദിയിൽ, നിത്യതയിൽ അങ്ങനെ ജനിച്ചു. എന്നാൽ കാലാവസാനത്തിൽ യേശുക്രിസ്തു മനുഷ്യനായി മനുഷ്യാവതാരം ചെയ്തപ്പോൾ അവൻ പിതാവില്ലാതെ മാതാവിൽ നിന്ന് ജനിച്ചു. അതുകൊണ്ടാണ് മാതാവിന് നമ്മൾ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ മാതാവില്ലെങ്കിൽ യേശുക്രിസ്തു ഇല്ല. യേശുക്രിസ്തു എന്ന് പറഞ്ഞ ഹിസ്റ്റോറിക് പേഴ്സണെ നമുക്ക് കാണണമെങ്കിൽ വി നീഡ് ടു give importance to Saint Mary. അപ്പോൾ ഞാൻ അതാ പറഞ്ഞു വന്നത്, we go to Saint Mary through Christ only. യേശുക്രിസ്തുവിലൂടെ മാത്രമേ നമ്മൾ മറിയാമിൽ എത്തുന്നുള്ളൂ. So we don't have any Mariology as such, we have only Christology. Christ takes us to Saint Mary. യേശുക്രിസ്തുവാണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാൻ ഈ നെസ്റ്റോറിയോസ് എന്ന് പറയുന്ന ആള് എന്താ പഠിപ്പിച്ചതെന്ന് പറയാം. നെസ്റ്റോറിയോസ് എന്ന് പറയുന്ന ആള് പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ അമ്മയെ മദർ ഓഫ് ഗോഡ് എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. കാരണം യേശുക്രിസ്തുവിനെ മറിയാം പ്രസവിച്ചപ്പോൾ അതൊരു മനുഷ്യ ശിശുവായിരുന്നു. അതുകൊണ്ട് ആന്ത്രപ്പോടോക്കോസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആന്ത്രപ്പോടോക്കോസ് അല്ലെങ്കിൽ മനുഷ്യന്റെ അമ്മയെന്ന് വിളിക്കാം. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റാൻസ് അല്പം കൂടെ മയപ്പെടുത്തി അദ്ദേഹം പറഞ്ഞു, അല്പം കൂടെ പറഞ്ഞാൽ വി ക്യാൻ കോൾ ഹർ ക്രിസ്റ്റോടോക്കോസ്. അവിടെ വരെ വേണേ വിളിക്കാം, ക്രിസ്തുവിന്റെ അമ്മയെന്ന് വരെ വേണേ വിളിക്കാം. ബട്ട് വി കനോട്ട് കോൾ ഹർ മദർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ അമ്മ എന്ന് വിളിക്കാൻ പാടില്ല എന്നാണ് ഈ നെസ്റ്റോറിയോസ് എന്ന് പറയുന്ന ആള് 428 ഒരു സെർമണിലാണ് ഇത് പറയുന്നത്. ഒരു ക്രിസ്മസ് സർവീസിന്റെ സെർമണിലാണ് ഇത് പറയുന്നത്. This was a great heresy of the 5th century, and this was very beautifully refuted by the Council of Ephesus, 431-ലാണ് എക്യുമെനിക്കൽ കൗൺസിൽ ഓഫ് എഫേസസ്. നമ്മളത് 5-ാം ദുബ്ദേനി വായിക്കുന്നതാണ്. അവിടെ ഈ കൗൺസിലിൽ വെച്ച് എന്ത് സംഭവിച്ചു? മറിയാം ദൈവമാതാവാണെന്ന് തന്നെ കൃത്യമായിട്ടും സ്റ്റേറ്റ് ചെയ്തു. ആ ഒരു ഭാഗമാണ് പിന്നീട് നമ്മൾ നിഖ്യ വിശ്വാസ പ്രമാണത്തിൽ കൂട്ടിച്ചേർത്തത്.
ദൈവമാതാവായ വിശുദ്ധ മറിയാമിൽ നിന്ന് ശരീരമെടുത്തു എന്ന് പറയും. അപ്പോ ഇൻകാർണേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് മീൻസ് ടേക്കിംഗ് ബോഡി ഫ്രം സെയിന്റ് മേരി. ഇന്നലെ ഞാൻ ഒരിടത്ത് വായിച്ചത്, ഒന്നാമത്തെ ചാലിസ് എന്ന് പറയുന്ന ഏതാണ്? യേശുക്രിസ്തുവിന്റെ രക്തം ആദ്യമായിട്ട് കർത്താവിന്റെ ബോഡി ആൻഡ് ബ്ലഡ് എടുത്തത് എവിടെയാണ്? ആരാ എടുത്തത്? യേശുക്രിസ്തുവിന്റെ ബോഡി ആൻഡ് ബ്ലഡ് ആദ്യമേ ഇങ്ങനെ ഒരു വെസലിൽ അത് ചുവന്നത് മറിയാമാണ്, അവളുടെ ഗർഭപാത്രം, ദ ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. രണ്ടാമത് യേശുക്രിസ്തുവിന്റെ രക്തം ആദ്യം ചിന്തിയത് എവിടെയാണ്? വെൻ ദ നേവൽ വാസ് കട്ട്. യേശുക്രിസ്തുവിന്റെ രക്തം അന്നേരം ആദ്യം ചിന്തുന്നത്. ഈ പൊക്കിൾക്കൊടി ബന്ധം മുറിച്ച സമയത്താണ് ആദ്യമായിട്ട് കർത്താവിന്റെ രക്തം ഒഴുകുന്നത്. ആദ്യം അങ്ങനെയാ ചിന്തിച്ചത്. അപ്പം മറിയാം എന്ന് പറയുന്നത് അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ഉള്ള ഒരാളാണ്. മറിയാമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് യേശുക്രിസ്തുവിനെ പറ്റി ചിന്തിക്കാൻ കഴിയത്തില്ല. വി ക്യാൻ തിങ്ക് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ് വിതൗട്ട് മേരി വെൻ ജീസസ് ഹാസ് നോ ബോഡി അറ്റ് ഓൾ. എന്നാൽ നമ്മൾ ഹിസ്റ്ററിയിൽ കണ്ടത് ഒരു മനുഷ്യനായിട്ടാണ്, ഒരു ബോഡിയുള്ള ആളായിട്ടാണ്. ആ ബോഡിയുള്ള ആളായിട്ട് കാണണമെങ്കിൽ വി നീഡ് ടു ഗിവ് ഇമ്പോർട്ടൻസ് ടു സെയിന്റ് മേരി. ഇതിന്റെ ഞാൻ ഇനി പറയുന്ന ആ റെഫറൻസ് നിങ്ങൾക്കൊന്ന് നോക്കാം. ജോൺ ചാപ്റ്റർ 4:24. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഗോഡ് ഈസ് സ്പിരിറ്റ്. ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവം എന്ന് പറയുന്ന ആത്മാവാണെന്നാണ് പറയുന്നത്. അത് പിന്നെ ശമരിയാസ്ത്രീയോട് കർത്താവ് പറയുന്നതാണ്. അവിടെ ആ സുഗാർ എന്ന് പറയുന്ന പട്ടണത്തില് കിണറ്റിന്റെ ഇടയ്ക്ക് ഇരിക്കുമ്പോൾ ആ ശമരിയാസ്ത്രീയോട് പറയുന്നതാണ് ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവത്തിന് എങ്ങനെയാണ് മനുഷ്യ ശരീരം എടുക്കാൻ പറ്റുന്നത്? ദൈവത്തിന് മനുഷ്യ ശരീരം കൊടുത്തത് മറിയാമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ഓർക്കണം. ഈ പ്രൊട്ടസ്റ്റന്റ്സ് എപ്പോഴും പറയും യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മെ വീണ്ടെടുത്തു, കാൽവറിയിൽ അവൻ രക്തം ചൊന്തി. ഇത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കണം. ഈ രക്തം ആരുടേതാണ് യഥാർത്ഥത്തിൽ? യേശുക്രിസ്തുവിന്. ദൈവത്തിന് രക്തമില്ലെന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്, യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവം ആത്മാവാകുമ്പോൾ ദൈവത്തിന്റെ രക്തം എവിടെ നിന്നുണ്ടാവും? ആ രക്തം മറിയാമിന്റെ ബോഡിയിൽ നിന്ന് എടുത്താണ്. ഇഫ് ദർ ഈസ് നോ ബയോളജിക്കൽ ഫാദർ, ദർ ഈസ് നോ റോൾ ഓഫ് എ ഫാദർ, ദർ ഈസ് നോ റോൾ ഓഫ് എ ഹ്യൂമൻ ഫാദർ. അപ്പോ ആ ഹോൾ ബോഡി അല്ലെങ്കിൽ അതിലൊഴുകുന്ന രക്തം എല്ലാം ആരുടെയാണ്? മറിയാമിൻ്റെത് മാത്രമാണ്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ മേരി ഗേവ് ഹിം എ ബോഡി, മേരി ബോർ ഗോഡ് ഇൻ ഹെർ വൂം. ദൈവത്തെ വഹിച്ചു. അത് ലൂക്ക് ചാപ്റ്റർ 1:31 എഴുതിയിട്ടുണ്ട്. മേരി ബോർ ഗോഡ് ഇൻ ഹെർ വൂം. സോ ഷീ ഈസ് റൈറ്റ്ലി കോൾഡ് ദ മദർ ഓഫ് ഗോഡ്. ദൈവത്തിന് അമ്മ ഉണ്ടാകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ വാക്കിൽ ദൈവത്തിന് അമ്മ ഉണ്ടാകാൻ പോകുന്നത് ചിലപ്പോൾ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. പക്ഷേ വെൻ ഗോഡ് ബിക്കെയിം മാൻ ആൻഡ് എ ഹിസ്റ്റോറിക് പേഴ്സൺ, ഹി ഹാഡ് എ ബയോളജിക്കൽ മദർ. ഇവിടെ വേറൊരു ചോദ്യമുണ്ട്. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു പാസ്റ്റർ എന്ന് പറയുന്നത് കേട്ടു, മേരി ഈസ് ഓൺലി എ സറോഗേറ്റ് മദർ. സറോഗസി എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാം? സറോഗസി എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കുന്ന പരിപാടിക്കാണ്, റെന്റിങ് ഔട്ട് വൂംസ്. അപ്പൊ ഈ നമുക്ക് യൂട്രസ് ഇങ്ങനെ വാടകയ്ക്ക് എടുക്കുന്ന പരിപാടിക്കാണ് സറോഗസി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഗർഭം ധരിക്കാൻ പ്രയാസമുള്ള ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾക്ക് അവരുടെ ഓവവും അതുപോലെ അവരുടെ ഭർത്താവിന്റെ സെമനും കൂടെ ചേർത്ത് അത് ഫെർട്ടിലൈസ് ചെയ്ത് ആ സൈഗോട്ടിനെ വേറൊരു സ്ത്രീയുടെ, മൂന്നാമതൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച് അവിടെ ആ ഭ്രൂണം വളർന്നു വരുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് സരോഗസി എന്ന് പറയുന്നത്. അപ്പോ മേരി വാസ് ഓൺലി എ സറോഗേറ്റ് മദർ എന്ന് പഠിപ്പിക്കുന്ന ഒത്തിരി ചർച്ചസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മേരിക്ക് ഈ ബോഡിയുമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ ക്രോമസോംസ് ആരുടെയാണ്? ഇത് അതിന്റെ ബയോളജിക്കൽ ഫാദറിന്റെയും മദറിന്റെയുമാണ്. അതുകൊണ്ട് ഈ സറോഗേറ്റ് മദർ ഒന്ന് വളർത്തുന്നു മാത്രമേ ഉള്ളൂ, ആ വൂമ്പിൽ അത് കിടക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രസവം കഴിയുമ്പോഴത്തേക്ക് ഈ ബയോളജിക്കൽ ഫാദർ ആൻഡ് മദർ അവരുടെ പൈസയും കൊടുത്ത് അവരെ പറഞ്ഞു വിടും. അങ്ങനെയാണ്. അപ്പൊ ഇതുപോലെയാണ് സറോഗേറ്റ് മദർ ആണ് സെയിന്റ് മേരി എന്ന് പറയുന്നത്.
അപ്പൊ പിന്നെ നമ്മൾ പറയേണ്ടി വരും, ആ, യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ ആരാണ് ഇതിന് ഫാദറായിട്ട് വരുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സരോഗസി ആണെങ്കിൽ യേശുക്രിസ്തുവിന്റെ ബോഡി ആരുടേതാണ്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത് നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ പിതാക്കന്മാർ ചർച്ച ചെയ്തൊരു വിഷയമാണ്. മേരി ഈസ് നോട്ട് അറ്റ് ഓൾ എ സറോഗേറ്റ് മദർ. ഷീ ഈസ് ദ മദർ, ഒറിജിനൽ ബയോളജിക്കൽ മദർ ഓഫ് ഗോഡ്. യേശുക്രിസ്തുവിന്റെ അമ്മ തന്നെയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്ന് അച്ഛാ മാറ്റിക്കേട്ടോ. അപ്പൊ ഇത് പ്രൂവ് ചെയ്ത രണ്ട് പിതാക്കന്മാരാണ്. ദിസ് വാസ് ഇൻഡിസ്പ്യൂട്ടബിളി പ്രൂവ്ഡ് ബൈ സിറിൽ ഓഫ് അലക്സാൻഡ്രിയ. അതേപ്പറ്റി ഈ 5-ാം തുബ്ദയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സുറിയാനിക്ക് നമ്മള് പിന്നെ 5-ാം തുബ്ദയിൽ വായിക്കുന്നുണ്ടല്ലോ, ഒരു ഭാഗം വായിക്കുന്നുണ്ട്. വചനമാം ദൈവം ശരീരിയായി തീർന്നു എന്ന് സ്പഷ്ടമായി തെളിയിച്ച ഞങ്ങളുടെ പാത്രികീസ് മാർ കൂറിലോസ്. അതാരാണ്? അലക്സാൻഡ്രിയയിലെ പാത്രികീസ് ആയിരുന്നു. വചനം ദൈവം ജഡമായി തീർന്നു, അത് കൃത്യമായിട്ട് വചനമായ ദൈവമാണ് ജഡം എടുത്തത് എന്ന് പ്രൂവ് ചെയ്ത ആളാണ് ഈ പറഞ്ഞ സിറിൽ ഓഫ് അലക്സാൻഡ്രിയ. അദ്ദേഹമാണ് ഈ നെസ്റ്റോറിയോസിനെതിരായിട്ട് ശക്തമായിട്ട് വാദിച്ചതും ആ എഫേസസ് സുനോദോസിലെ ആ പ്രൊനൗൺസ്മെന്റ്സ് എല്ലാം ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഒരു 5-ാം തുബ്ദനിൽ തന്നെ നമ്മൾ ലാസ്റ്റ് ഭാഗത്ത് വായിക്കുന്ന ഒരാളാണ് ഈ സേവറിയസ് ഓഫ് ആന്റിയോക്ക്. നിങ്ങൾക്ക് അറിയാമായിരിക്കും. അത് സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്നല്ല ഇപ്പോഴും പ്രസംഗിച്ചവനുമായ മേരി ഈസ് ഇൻഡിസ്പ്യൂട്ടബിളി ആൻഡ് അൺഡൗട്ടഡ്ലി ദ മദർ ഓഫ് ഗോഡ് എന്ന് ഉറപ്പിച്ചവനുമാണ് ഈ സേവറിയസ് ഓഫ് ആന്റിയോക്ക്. അത് 5-ാം തുബ്ദനിൽ നമ്മൾ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ സറോഗസിയെ പറ്റി പറഞ്ഞല്ലോ. മേരി ഈസ് നോട്ട് എ സറോഗേറ്റ് മദർ, ഷീ ഈസ് എ ബയോളജിക്കൽ മദർ ഓഫ് the historical Jesus Christ. Okay, next. അപ്പൊ രണ്ടാമത്തെ ഈ മദർ ഓഫ് ഗോഡ് എന്നുള്ളത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മാതാവിന് വേറെ മക്കൾ ഉണ്ടായിരുന്നോ എന്നുള്ള പ്രശ്നമാണ്. യേശു ഉണ്ടായ ശേഷം വേറെ മക്കൾ വല്ലതും മറിയാമിനുണ്ടായിരുന്നുവോ എന്നുള്ള ചോദ്യം. അത് ഈ പ്രോട്ടസ്റ്റൻസ് എപ്പോഴും വിളിച്ചു പറയുന്നൊരു കാര്യമാണ്. ഈ യേശുവിന്റെ അമ്മയും സഹോദരന്മാരും എന്നൊക്കെ പറഞ്ഞ് ചില എക്സ്പ്രഷൻസ് ഒക്കെ, ചില പരാമർശങ്ങളൊക്കെ ബൈബിളിലുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തുവിന് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. യേശുക്രിസ്തു ജനിച്ച ശേഷം മറിയാം കന്യകയായിരുന്നില്ല, അവൾ വീണ്ടും പ്രസവിച്ചു എന്നുള്ള ഒരു ടീച്ചിങ് ഈ പ്രോട്ടസ്റ്റൻസിനുണ്ട്. നമ്മൾ അതിനെ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഈവൻ ഈ 16-ാം നൂറ്റാണ്ടിൽ പ്രോട്ടസ്റ്റാന്റിസം ഉണ്ടായപ്പോൾ അതിന്റെ നേതൃത്വം കൊടുത്ത മാർട്ടിൻ ലൂതർ പോലും മറിയാമിനെ പെർപ്പച്വൽ വെർജിൻ എന്നാണ് വിളിച്ചിട്ടുള്ളത്. മാർട്ടിൻ ലൂതർ, അതുപോലെ തന്നെ ജോൺ കാൽവിൻ, അവരൊക്കെയായിരുന്നു പ്രോട്ടസ്റ്റാന്റിസത്തിന്റെ നേതാക്കള്. അവരാരും ഡിസ്പ്യൂട്ട് ചെയ്യാത്തൊരു കാര്യമാണ് പെർപ്പച്വൽ വെർജിനിറ്റി എന്നുള്ളത്. മറിയാം നിത്യകന്യകയാണെന്നുള്ളത്. ഇത് ഈ കാത്തലിക്സും ഓർത്തഡോക്സും വളരെ ശക്തമായിട്ട് വിശ്വസിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ചില പ്രോട്ടസ്റ്റന്റ് ചർച്ചസും വിശ്വസിക്കുന്നുണ്ട്. ഇത് കൂടുതലും ഒരു എക്സ്ട്രീം പ്രോട്ടസ്റ്റാന്റിസം ഉള്ളവരാണ് അതിനെ നെഗേറ്റ് ചെയ്യുന്നത്. കൂടാതെ ഇപ്പോഴത്തെ പെന്റിക്കോസ്റ്റൽസും ഒരിക്കലും മാതാവിന്റെ പെർപ്പച്വൽ വെർജിനിറ്റിയെ അംഗീകരിക്കുന്നില്ല. അപ്പോ ഈ ജോസഫിന് മാതാവിൽ നിന്ന് വേറെ മക്കളുണ്ടായി എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. അപ്പം മാതാവിന് ഒരിക്കലും ഈ യേശുക്രിസ്തു ജനിച്ച ശേഷം മക്കൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഓർത്തഡോക്സ് സ്റ്റാൻഡ്. അതിന് ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ മാതാവും യേശുക്രിസ്തുവും ജോസഫും കൂടെ യെരുശലേം ദേവാലയത്തിലേക്ക് 12-ാം വയസ്സിൽ പോകുന്ന ഒരു സംഭവമുണ്ട്. 12-ാം വയസ്സിൽ യെരുശലേം ദേവാലയത്തിൽ പെസഹ പെരുന്നാൾ കൂടാൻ പോകുന്ന ഒരു സമയമാണ്. അവിടെ
12 വയസ്സുണ്ടെന്ന് യേശുവിന്. ആ 12 വയസ്സുള്ള യേശുവിന്റെ കൂടെ ചേട്ടന്മാരോ അനിയന്മാരോ ആരും ഉള്ളതായിട്ട് നമ്മൾ വായിക്കുന്നില്ലുണ്ടോ? മാതാവിന് യേശു ക്രിസ്തു ഉണ്ടായിക്കഴിഞ്ഞ് മക്കളുണ്ടായെങ്കിൽ നിശ്ചയമായിട്ടും ഈ 12 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ വീട്ടിൽ ഒറ്റയ്ക്കാക്കി പോരത്തില്ലല്ലോ. ആ കൂട്ടത്തിൽ മിക്കവാറും കാണാനാണ് സാധ്യത. അവിടെ എങ്ങും സഹോദരങ്ങൾ ഉള്ളതായിട്ടൊരു റെഫറൻസ് ഇല്ല. അത് പ്രത്യേകം ഓർക്കണം. ഈ സഹോദരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളതെല്ലാം ഈ എബ്രായ ഭാഷയിൽ ഈ സഹോദരങ്ങൾ എന്ന് പറയുന്നത് ഒരു ലാർജർ ടേമാണ്. ഒരു വലിയ റിലേഷൻസിന് എല്ലാത്തിനും ഒന്നും കൃത്യമായ പേര്. നമ്മുടെ മലയാളത്തിലാണെങ്കിൽ ഒത്തിരി പേരുകളുണ്ട് റിലേഷൻസിന്. ഇംഗ്ലീഷിലേക്ക് വന്നാൽ മിക്കവാറും എല്ലാം അങ്കിളും ആന്റിയേ ഉള്ളൂ. വേറെ അതിൽ കൂടുതൽ നെഫ്യൂ, അങ്കിൾ, ആന്റി, നീസ് എന്നേ ഉള്ളൂ. അതിൽ കൂടുതലുള്ള റിലേഷൻ ഒന്നും ഇല്ല. അതേസമയം മലയാളത്തിലോട്ട് വന്നാൽ എന്തുമാത്രമാണ് കൊച്ചമ്മയുണ്ട്, അമ്മായിയുണ്ട്, മാവിയുണ്ട്, മാവനുണ്ട്, എന്തുമാത്രം റിലേഷൻസ് ആണ്. അപ്പൊ സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിച്ചിരുന്നത് ഈ കസിൻസിനെയൊക്കെ സഹോദരങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്. അതിനകത്ത് കസിൻസിനെ, ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന കസിൻസിനെയൊക്കെ സഹോദരങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ഒന്നുകിൽ ജോസഫിന്റെ ആദ്യ ഭാര്യയിലെ മക്കളോ അതല്ലെങ്കിൽ മറിയാമിന്റെ സഹോദരിയുടെ മക്കളോ ആവാനാണ് സാധ്യത. അങ്ങനെ തന്നെയാണ് ചർച്ച് ഒരു 15 നൂറ്റാണ്ട് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. 15 നൂറ്റാണ്ടിന് ശേഷമാണ് ഇങ്ങനെയുള്ള ചില ഡിസ്പ്യൂട്ടുകൾ ഈ വെർജിനിറ്റി സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത്. നെക്സ്റ്റ്. അപ്പൊ ഇതൊക്കെ അതിന്റെ റെഫറൻസസ് ആണ്. ഷീ വാസ് എ വെർജിൻ ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ജീസസ്. ഐസായ ചാപ്റ്റർ 7:14, ലൂക്ക് ചാപ്റ്റർ 1:27. The gate facing east to be open for him only. അവിടെ ഒരു ഇത് പഴയ നിയമത്തിലെ യെഹെസ്കേലിന്റെ പുസ്തകത്തിലെ ഒരു റെഫറൻസ് ആണ്. അത് എസെക്കിയേലിന്റെ പുസ്തകത്തിലെ 16-ാം അധ്യായം 12-ാം വാക്യം. Then he shall go out, and after he has gone out, the gate will be shut. ആ ഗേറ്റ് പിന്നെ അടച്ചിരിക്കുമെന്നാണ്. പിന്നീട് അവിടെ ഒരാൾക്കും പ്രവേശിക്കാനോ ഇറങ്ങാനോ സാധ്യമല്ല. കൂടാതെ ഞാൻ പറഞ്ഞല്ലോ, ദിസ് ഈസ് എ സ്പെഷ്യൽ എക്സ്പ്രഷൻ ഇൻ അറമൈക്ക്. ഈ സഹോദരങ്ങൾ എന്ന് പറയുന്നത് അറമൈക്ക് ഭാഷയിൽ ഒത്തിരിയേറെ റിലേഷൻസിൽ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ്. ഈ അറമൈക്ക് ഭാഷയിലൊന്നും അധികം വൊക്കാബുലറി ഇല്ല. ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷിൽ കാണുന്ന പോലെ അത്രയൊന്നും വൊക്കാബുലറി, ഏതാണ്ട് ഒരു 10,000 വാക്കുകൾ കൊണ്ട് തീരുന്ന ഒരു ലാംഗ്വേജ് ആണ് ഈ പറഞ്ഞത്. അപ്പൊ അതിനകത്ത് ഒത്തിരി റിലേഷൻസിനെ ഒന്നും വിവരിക്കാനുള്ള വാക്കുകളില്ലാഞ്ഞുകൊണ്ടാണ് ഈ സഹോദരങ്ങൾ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്. അപ്പൊ നമുക്ക് ഓർത്തഡോക്സ് സ്റ്റാൻസിലൂടെ പെട്ടെന്നൊന്ന് നോക്കാം. മേരി ദ മദർ ഓഫ് ഗോഡ് ടു പ്രൂവ് ദ ഡിവിനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, നോട്ട് ടു എലിവേറ്റ് സെയിന്റ് മേരി. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്. മേരിയെ ഉയർത്താൻ വേണ്ടി അല്ല നമ്മൾ മദർ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്, ജസ്റ്റ് ടു പ്രൂവ് ദ ഡിവിനിറ്റി ഓഫ് ക്രൈസ്റ്റ്. ഈ 2000 വർഷം മുമ്പ് നസറേത്തിലൂടെ നടന്ന ആ മനുഷ്യൻ ദൈവമായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. മറിയ പെറ്റിട്ട കുഞ്ഞില്ലേ, അത് ദൈവമായിരുന്നു. പിന്നെ നമ്മൾ പ്രത്യേകം ഓർക്കണം, ഈ വിദ്വാൻമാര് കിഴക്ക് നിന്ന് വന്നപ്പോൾ, കിഴക്ക് നിന്ന് വിദ്വാൻമാര് കർത്താവിനെ ആരാധിക്കാനായിട്ട് വന്നല്ലോ. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? അമ്മയായ ശിശുവിനോട് കൂടെ അവനെ കുമ്പിട്ട് ആരാധിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ യൗസേപ്പിനെ ചേർത്തിട്ടില്ല. യൗസേപ്പ് എന്നേരം സീനിലുണ്ട്. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നത് അമ്മയായ മറിയയോട് കൂടെ അവനെ വന്ദിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഡിവിനിറ്റി, ഈ സ്ത്രീയിൽ നിന്ന് പിറന്നവൻ അവൻ ദൈവമാണ്, അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് മാതാവിനെ മദർ ഓഫ് ഗോഡ്. മാതാവ് മദർ ഓഫ് ഗോഡ് അല്ലെങ്കിൽ യേശുക്രിസ്തു ദൈവമല്ല. അതാണ് അതിനകത്തെ പ്രശ്നം. നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുക. ഇതതിനകത്തെ ഏറ്റവും കീ തിയോളജിക്കൽ പോയിന്റ് ആണത്. ഇവിടെ തെറ്റിപ്പോയാൽ കംപ്ലീറ്റ് തെറ്റി. മറിയാമിനെ ദൈവമാതാവെന്ന് വിളിക്കുന്നില്ല എങ്കിൽ യേശുക്രിസ്തു ദൈവമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറിയാമിന്റെ വയറ്റിൽ കിടന്ന ആരാണ്? ഒരു മനുഷ്യക്കുഞ്ഞാണോ? അങ്ങനെയാണെന്നാണ് നെസ്റ്റോറിയോസ് പറഞ്ഞത്. മനുഷ്യക്കുഞ്ഞാണോ കിടന്നത്? അല്ല, മറിയം പെറ്റിട്ടത് ആരെയാണ്? ദൈവത്തെ തന്നെയാണ്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്.
മറിയാം ഗർഭം ധരിച്ചപ്പോഴും ഗർഭത്തിൽ വഹിച്ചപ്പോഴും പ്രസവിച്ചപ്പോഴും എല്ലാം അവൻ ദൈവമായി. അല്ലാതെ പ്രസവം കഴിഞ്ഞിട്ട് അവനെ അഡോപ്റ്റ് ചെയ്തൊന്നുമല്ല. ചിലർ അങ്ങനെ പറയുന്നവരുണ്ട്. ഈ മാമോദീസയുടെ സമയത്താണ് കർത്താവിനെ ഈ സ്വർഗം അഡോപ്റ്റ് ചെയ്തെന്ന്. അതിന് അഡോപ്ഷനിസം എന്ന് പറയും. അഡോപ്ഷനിസം എന്ന് പറയുന്ന ഒരു തിയറിയുണ്ട്. അതൊരു വേറൊരു ഹെറസിയാണ്. അഡോപ്റ്റ് ചെയ്തൊന്നുമല്ല. മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് പറഞ്ഞതിന്റെ കാരണം അവൾ ഗർഭം ധരിച്ചപ്പോഴും അവനെ ഉദരത്തിൽ വഹിച്ചപ്പോഴും അവനെ പ്രസവിച്ചപ്പോഴും അവൻ ആരാണ്? അവൻ ദൈവമാണ്. ആ ദൈവത്വം പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് മറിയാമിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? മദർ ഓഫ് ഗോഡ് എന്ന് വിളിക്കുന്നത്. ഇല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കാൻ നമുക്ക് പ്രയാസം വരും. ഇവിടെയാണ് നെസ്തോറിയസിനൊക്കെ തെറ്റിപ്പോയത്. ഈ ആന്ത്രോപോട്ടോക്കോസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സ്ത്രീ പ്രസവിച്ചു, ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവൻ ദൈവമായിരുന്നു പറയാൻ പ്രയാസം വരും. അപ്പോൾ ഓർത്തഡോക്സ് സ്റ്റാൻസ് അതാണ്. ഒന്ന്, ടു പ്രൂവ് ദ ഡിവിനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. രണ്ട്, ദ പെർപെച്വൽ വെർജിനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഫോർത്ത് തുബ്ദൻ ക്ലിയർലി സ്റ്റേറ്റ്സ് ദി ഓർത്തഡോക്സ് ഡോക്ടറിൻ. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. ഷീ ഈസ് പെർപെച്വൽ വെർജിൻ. Then God is creator, Mary is creation. She also needs redemption. This is also an orthodox belief. God is creator, Mary is creation. She also needs redemption. Therefore, Mary cannot be called co-redemptrix. മാതാവിനെ സഹരക്ഷക എന്ന് വിളിക്കാൻ പറ്റുകയില്ല. കാരണം മാതാവിനും റിഡംഷൻ ആവശ്യമാണ്. അവളും ഈ ലോകത്തിൽ ഒരു സാധാരണ സ്ത്രീയെപ്പോലെ ജീവിച്ച ആളാണ്. അതുകൊണ്ട് ഷീ ഓൾസോ നീഡ്സ് റിഡംഷൻ. സോ ഷീ ഷുഡ് നോട്ട് ബി ടേംഡ് ആസ് co-redemptrix. അപ്പൊ നമ്മൾ ഈ വാക്യം കൂടെ ഒന്ന് എഴുതണം. ഈ റിഡംഷൻ എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ, സാൽവേഷൻ ഈസ് പോസിബിൾ. എങ്ങനെയാണ്? ആക്ട്സ് 4:12. സാൽവേഷൻ ഈസ് ഫൗണ്ട് ഇൻ നോ വൺ എൽസ്, for there is no other name under heaven given to mankind by which we must be saved. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ അറിയപ്പെട്ട വേറൊരു നാമമില്ല. അത് രക്ഷിക്കപ്പെടുവാൻ യേശു എന്ന് പറയുന്ന ഒരു നാമമേ ഉള്ളൂ. അതുതന്നെയാണ് നമ്മളും പറയുന്നത്. മറിയാമിനെ നമ്മൾ രക്ഷകയായിട്ട് ഒരിക്കലും കാണുന്നില്ല. ഏതാണെങ്കിലും ലേറ്ററായിട്ടാണെങ്കിലും കത്തോലിക്ക സഭ അത് തിരുത്തി. ഇപ്പോ ആ റെഡിമെട്രിക്സ് എന്ന് പറയുന്ന പദം അവര് നവംബർ മാസം മുതൽ നിരോധിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ്, John 14:6 says, where Jesus says, I am the way, the truth and the life. No one comes to the Father except through me. ഇത് യേശുക്രിസ്തു മാത്രമാണ് വഴി, യേശുക്രിസ്തു മാത്രമാണ് സാൽവേഷൻ എന്ന് കാണിക്കാൻ വേണ്ടിയുള്ളതാണ്. ജീസസ് ഈസ് ദ ഓൺലി മീഡിയേറ്റർ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ. അത് നമ്മൾ 1 തിമോത്തി 2:5-6 ഇതൊന്ന് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഈ ഇതിനകത്ത് സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ഒക്കെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. മറിയാം മധ്യസ്ഥയല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതെന്ന് ചിലപ്പോൾ ചോദിക്കും. മലയാളത്തിൽ 2 വാക്കുകളുണ്ട്, അല്ല ഇംഗ്ലീഷിൽ 2 വാക്കുകളുണ്ട്. മീഡിയേറ്റർ എന്ന് പറയുന്ന വാക്കുമുണ്ട്, ഇന്റർസെസർ എന്ന് പറയുന്ന വാക്കുമുണ്ട്. അതിൽ മേരി ഈസ് നോട്ട് മീഡിയേറ്റർ, ബട്ട് ഷീ ഈസ് ആൻ ഇന്റർസെസർ. മീഡിയേറ്റർ എന്ന് പറയുന്ന ഒറ്റ ഒരാൾക്കേ ഉള്ളൂ. ദാറ്റ് ഈസ് യുണീക്ക് മീഡിയേഷൻ, ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്കുള്ള മീഡിയേഷന് വേണ്ടി ഒരാളെ ഉള്ളൂ. അത് പക്ഷപാതം ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ, പക്ഷപാതം ചെയ്യുന്നു. ആ മീഡിയേഷൻ നടത്തുന്നത് ജീസസ് ക്രൈസ്റ്റ് മാത്രമേ ഉള്ളൂ. ജീസസ് ഈസ് ദ ഓൺലി മീഡിയേറ്റർ and Saint Mary is only an intercessor. ഇന്റർസെസർ ആണ്. മാതാവിന്റെ ഇന്റർസെഷൻ ആണ് നമ്മൾ ചോദിക്കുന്നത്, അല്ലാതെ മീഡിയേറ്റർഷിപ്പ് അല്ല. മീഡിയേറ്റർഷിപ്പ് യേശു ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. ഇവിടെ പലരും തെറ്റിപ്പോകാറുണ്ട്. ഈ ഓർത്തഡോക്സാരെ വന്ന് തെറ്റിക്കുന്ന ഒരു കാര്യം ഇതാണ്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക, പിതാവിന്റെ അടുത്ത് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരാളെ ഉള്ളൂ. അവിടെ ആർക്കും ഒരു സംശയം വേണ്ട, ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്.
നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് പറയാനുള്ള ഒരു മധ്യസ്ഥയാണ് മറിയ. അതുപോലെ പല മധ്യസ്ഥരും ഉണ്ട്, അതിന് കുഴപ്പമില്ല. For there is one God and one mediator between God and mankind, the man Jesus Christ Jesus, who gave himself as a ransom for all people. Mary is only an intercessor. She can intercede for us. അത് നിങ്ങൾ ഒരു റെഫറൻസ് എടുക്കണം. 1 Timothy 2:2 അവിടെ എഴുതിയിട്ടുണ്ട്. വി ക്യാൻ ബി ഇന്റർസെസേഴ്സ്, അല്ലാതെ നമുക്ക് മീഡിയേറ്റർഷിപ്പിന് പറ്റുകയില്ല. ഓക്കെ, നെക്സ്റ്റ്. I urge then first of all that petitions, അതാ വാക്യമാണ്, ഞാൻ മുമ്പ് പറഞ്ഞ വാക്യം എഴുതിയിരിക്കുന്നത്. I urge then first of all that petitions, prayers, intercession and thanksgiving be made for all people, for kings and all those who in authority, that we may live peaceful and quiet lives in all godliness and holiness. ഇതെല്ലാവർക്കും ചെയ്യാൻ ഒക്കുന്നതാണ് ഈ ഇന്റർസെഷൻ. അതിൽ ഒന്നാം സ്ഥാനം, നമുക്ക് ഇന്റർസെഷനിൽ ഒന്നാം സ്ഥാനം മറിയാമിനാണ് എന്നുള്ളതാണ്. Therefore Mary cannot be called mediatrix. ഇപ്പൊ രണ്ടെണ്ണം ഞാൻ പറഞ്ഞു. കോ റെഡിമെട്രിക്സ് എന്നും പറയാൻ പറ്റുകയില്ല, മീഡിയാട്രിക്സ് എന്നും മറിയാമിനെ വിളിക്കാൻ സാധ്യമല്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ ഒക്കുന്നതാണ് റെഡീമർ എന്നുള്ള. നമ്മുടെ രണ്ട് പ്രധാനപ്പെട്ട തിയോളജിക്കൽ പോയിന്റ്സ് മറിയാമിനെ പറ്റി ഉള്ളത്. ഒന്ന്, ദ മദർ ഓഫ് ഗോഡ് ആൻഡ് പെർപ്പച്വൽ വെർജിൻ. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്. നെക്സ്റ്റ്, ബ്രദേഴ്സ് ഓഫ് ജീസസിന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അതിന്റെ റെഫറൻസ് ഒക്കെ എഴുതിയിരിക്കുന്നത് മാത്യു ചാപ്റ്റർ 12:46-50. ബ്രദേഴ്സ്, അവരുടെ 4 പേരുടെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്. ബ്രദേഴ്സ് ജെയിംസ്, ജോസെ, സൈമൺ ആൻഡ് ജൂഡസ്. അവര് സിബ്ലിങ്സ് ആണോ, സ്റ്റെപ്പ് സിബ്ലിങ്സ് ആണോ, കസിൻസ് ആണോ എന്നുള്ളതാണ് ചോദ്യം. അതില് ഈ അഡൽഫോസ് എന്ന് പറയുന്ന വാക്ക്, അല്ലെങ്കിൽ സുറിയാനി ഭാഷയിൽ ആഹോ എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഒരു ലാർജർ കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. ടേം വാസ് യൂസ്ഡ് ഇൻ എ ബ്രോഡർ സെൻസ്. ജെനസിസ് ചാപ്റ്റർ 13:8. ലോത്ത് ഈസ് കോൾഡ് ബ്രദർ ബൈ എബ്രഹാം. ലോത്തിനെ വിളിക്കുന്നത് സഹോദരൻ എന്നാണ് ആ ഒരു റെഫറൻസിൽ. പക്ഷേ അത് ചേട്ടന്റെ മോനാണ്, നെഫ്യൂ ആണ്. പക്ഷെ അവിടെയും വിളിക്കുന്നത് എങ്ങനെയാണ്? ബ്രദർ എന്നാണ്. വെൻ എബ്രഹാം ഈസ് ദി അങ്കിൾ, അങ്കിൾ ആയിട്ട് കൂടെയും അവനെ വിശേഷിപ്പിക്കുന്നത് ബ്രദർ എന്നാണ്. അതുകൊണ്ട് ഈ ഭാഷയുടെ ഒരു പ്രശ്നം അതിനകത്തുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നെക്സ്റ്റ്, all blood relatives were seen as brothers and sisters in their tribal culture. Jesus goes with his parents to the temple of Jerusalem. ഞാനത് പറഞ്ഞല്ലോ. No siblings in John 19:26. ഇത് ഏത് റെഫറൻസ് ആണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ജോൺ 19:26. അത് യേശുക്രിസ്തു കുരിശിൽ കിടക്കുന്ന കാര്യമാണ്. കുരിശിൽ കിടക്കുമ്പോൾ ലാസ്റ്റിൽ ആ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന യോഹന്നാനോട് പറയുകയാണ്, ഇതാ നിന്റെ അമ്മ. യോഹന്നാനോട്, അമ്മയോട് പറയാണ്, ഇതാ നിന്റെ മകൻ. അവിടെ വേറെ ബ്രദേഴ്സ് ആരെങ്കിലും കർത്താവിന് ഉണ്ടായിരുന്നെങ്കിൽ ഈ യോഹന്നാനെ ഏൽപ്പിക്കത്തില്ലായിരുന്നു. യോഹന്നാൻ കർത്താവിന്റെ ഒരു ഡിസ്റ്റന്റ് കസിൻ ആയിരുന്നു. ആ യോഹന്നാനെ അമ്മ ഏൽപ്പിച്ചതിന്റെ കാരണം കർത്താവിന് നേരെ ഡയറക്റ്റ് ബ്രദേഴ്സ് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. മേരി ആൻഡ് ജോൺ വേർ അറ്റ് ദ ഫുട്ട് ഓഫ് ദ ക്രോസ്. പിന്നെ നമ്മൾ 1 Corinthians 15:6 ഒന്ന് വായിക്കുന്നുണ്ട്. 500 ബ്രദേഴ്സ് എന്ന് പറയുന്നുണ്ട്. കർത്താവ് 500 സഹോദരന്മാർക്ക് പ്രത്യക്ഷനായി. ഏതാണെങ്കിലും മറിയ 500 പേരെ പ്രസവിക്കാൻ സാധ്യതയില്ല. അപ്പൊ ഈ ബ്രദേഴ്സ് എന്ന് പറയുന്ന വാക്ക് പലതരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം കർത്താവിന്റെ സഹോദരങ്ങളാണ്, അല്ലെങ്കിൽ ബ്ലഡ് റിലേറ്റീവ്സ് ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ ഒക്കത്തില്ല. ഈ വാക്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആകട്ടോ. പുനരുദ്ധാന ശേഷം അവൻ 500-ലധികം സഹോദരന്മാർക്ക് പ്രത്യക്ഷനായി എന്ന് പറയുന്നു. അപ്പൊ അത് കർത്താവിന്റെ സഹോദരങ്ങളല്ലെന്നുള്ളത് കറക്റ്റ് ആണ്. നെക്സ്റ്റ്, ഇത് ഇപ്പം പോപ്പ് ഇറക്കിയ, ലാസ്റ്റിൽ ഇറക്കിയ ഡോക്യുമെന്റ് ആണ് മാറ്റർ പോപ്പുലി ഫിഡലിസ് എന്ന് പറയുന്നത്. 4th November 2025 വത്തിക്കാൻ ഡോക്യുമെന്റ് ആണ്. സെയിന്റ് മേരി ഷുഡ് നോട്ട് ബി ടൈറ്റിൽഡ് കോ റെഡിമെട്രിക്സ് ആൻഡ് മീഡിയാട്രിക്സ്. This has triggered great tremors in both Catholic and non-Catholic circles. The 4 dogmas of Catholic Church
ഓൺ സെയിന്റ് മേരി. അവരുടെ 4 ഡോഗ്മാസ് കാത്തലിക് ചർച്ചിന്റെ ഉള്ളതും കൂടെ നോക്കിക്കോളൂ. നമുക്ക് 2 ഉള്ളെന്ന് ഞാൻ പറഞ്ഞു. മദർ ഓഫ് ഗോഡ്, അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൗൺസിൽ ഓഫ് എഫെസസിലാണ്. പെർപ്പച്വൽ വെർജിൻ, അത് പാർഥെനോസ് എന്ന് പറയുന്ന ആ ടേമാണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് AD 553 പിന്നെ സെക്കൻഡ് കൗൺസിൽ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിളിലും അത് തന്നെ വരുന്നുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. അവരുടെ അടുത്ത 2 ഡോഗ്മാസ് ആണ് ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ, അക്കററ്റോസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓർത്തിരിക്കണം, എന്താണ് ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ. കത്തോലിക്കർക്ക് മാതാവിനെ പറ്റിയുള്ള ഒരു വേറൊരു ഡോഗ്മയാണത്. മേരി ഈസ് ഇമ്മാക്കുലേറ്റ്. എന്താണ് മേരി ഈസ് ഇമ്മാക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ? മറിയാം പാപം കൂടാതെ ജനിച്ചു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യജന്മം പോലെയല്ല. ഷീ വാസ് നോട്ട് വിത്ത് സിൻ റൈറ്റ് ഫ്രം ഹർ ബർത്ത്. അതാണ് ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന് പറയുന്നത്. നമ്മളതിനെ വിശ്വസിക്കുന്നില്ല. അമലോത്ഭവവാദം എന്നാണ് അതിന് പറയുന്നത്. അത് ലേറ്റർ ആയിട്ടുണ്ടായ ഒരു ഡോഗ്മയാണ്. AD 1854 പോപ്പ് 9 ആണ് ആ ഒരു, അതായത് 19th സെഞ്ചുറിയിൽ കൊണ്ടുവന്ന ഒരു ഡോഗ്മയാണ്. ലാസ്റ്റിലേത് അസംഷൻ ഓഫ് സെയിന്റ് മേരി, മാതാവിന്റെ സ്വർഗാരോപണം എന്നവർ പറയുന്നു. അത് 1950 ഇപ്പൊ അധികമായിട്ടില്ല, 100 വർഷം കഴിഞ്ഞേ ഉള്ളൂ. അല്ല, 100 ആയിട്ടില്ലല്ലോ, 100 ആയിട്ടില്ല, 75 വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഇങ്ങനെ ഒരു കാര്യം വന്നിട്ട്. അസംഷൻ ഓഫ് സെയിന്റ് മേരി, മേരി വാസ് അസ്യൂംഡ് ടു ഹെവൻ എന്ന് പറയുന്നത്, പനാഗിയ എന്ന് പറയുന്ന വിശ്വാസം, അത് 1950 വരുന്നതാണ്. ഈ ലാസ്റ്റ് പറഞ്ഞ 2 ഇമാക്കുലേറ്റ് കൺസെപ്ഷനും അസംഷൻ ഓഫ് സെയിന്റ് മേരി, ഇത് 2 ഓർത്തഡോക്സ് ചർച്ചസ് വിശ്വസിക്കുന്നില്ല. അപ്പോ ഇപ്പോഴത്തെ ദ ഡിക്രി ഇഷ്യൂഡ് റൂൾഡ് ഔട്ട് സച്ച് ന്യൂ ഇൻട്രഡക്ഷൻസ്. അപ്പോ വർഷിപ്പ് ഓഫ് ഗോഡ്, അതിന് ലാട്രിയ എന്നാണ് പറയുന്നത്. വെനറേഷൻ ഫോർ സെയിൻസ് ഡൂലിയ എന്നാണ് പറയുന്നത്. വെനറേഷൻ ടു സെയിന്റ് മേരി ഹൈപ്പർ ഡൂലിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മാതാവിനെ ഒരിക്കലും ലാട്രിയ എന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല. മേരി ഷുഡ് നോട്ട് ബി വർഷിപ്ഡ്, ബട്ട് ഷീ ഷുഡ് ബി വെനറേറ്റഡ്. നമ്മുടെ ഓർത്തഡോക്സ് വർഷിപ്പിൽ നിങ്ങൾ നോക്കിക്കേ, എല്ലായിടത്തും നമുക്ക് മേരിയെ കാണാൻ പറ്റും. മേരി ഇല്ലാതെ നമുക്ക് യാതൊരു കാര്യവുമില്ല. അതിന്റെ കാരണം ഇതാണ്, മേരി ഈസ് വെനറേറ്റഡ് ഇൻ ഓൾ ത്രൂ അവർ വർഷിപ്സ്, ഇൻ ഓൾ അവർ ലിറ്റർജീസ്. നമ്മൾ ഏത് നമസ്കാരം എടുത്താലും അവിടെ മാതാവിന് ഒരു സ്റ്റാൻസ കാണും, 1-2 സ്റ്റാൻസാസ് കാണും. അതുപോലെ തന്നെ കുർബാന ആരംഭിക്കുന്നത് എന്ത് പറഞ്ഞാണ്? കുർബാന തുടങ്ങുന്നത് പോലും എന്ത് പറഞ്ഞാണ്? മറിയാം ദീലേ തോക്ക് എന്ന് പറഞ്ഞാണ്. ആ നിന്നെ പ്രസവിച്ച മറിയാമും എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പൊ അത്രമാത്രം സ്ഥാനം മാതാവിനുണ്ട്. യഥാർത്ഥത്തിൽ കാത്തലിക്സ് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ സ്ഥാനം കൊടുക്കുന്നത് നമ്മളാണ്. കാത്തലിക്സിന് പറഞ്ഞു വന്ന് അവര് കർത്താവിനെ ഒഴിവാക്കിച്ച് വേണമെങ്കിൽ മാതാവിനെ തന്നെ നിർത്തും. ഇപ്പൊ ഈ ബേബി സിറ്റിങ്ങിന് വിട്ട കുഞ്ഞിനെ പോലാണ് മാതാവ് ഓരോരുത്തരും നിൽക്കുന്നത്. ഇല്ല, കണ്ടില്ലേ നിങ്ങൾ? ഇങ്ങനെ മാതാവ് ഒറ്റയ്ക്ക് ഇങ്ങനെ കൈയും പിടർത്തി നിൽക്കുന്നത്. അങ്ങനെ ഒരു സങ്കല്പം പോലും നമുക്കില്ല. വി കനോട്ട് ഹാവ് എ സെയിന്റ് മേരി വിതൗട്ട് എ ചൈൽഡ്. നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ഇങ്ങനെ മാതാവ് ഇങ്ങനെ ഒരു കുപ്പായം ഇങ്ങനെ ഇട്ടുകൊണ്ട് ഒരു സേക്രഡ് ഹാർട്ടുമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന പടമൊക്കെ ഉണ്ട്. അതെല്ലാം തെറ്റാണ്. അതൊന്നും ഒരിക്കലും ഓർത്തഡോക്സ് ഫെയ്ത്ത് അല്ല. നമ്മൾ മാതാവിനെ കാണുന്നത് കുഞ്ഞിനോടൊപ്പമാണ്. എപ്പോഴും നമ്മുടെ ഏത് പടത്തിനകത്ത് എന്ത് വേണം? whenever we have an icon of Saint Mary, it should have Jesus Christ. യേശുക്രിസ്തു വന്നതുകൊണ്ടാണ്, യേശുക്രിസ്തു ഉള്ളത് കൊണ്ടാണ് മാതാവാകുന്നത്. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ വർഷിപ്പ് ഓഫ് ഗോഡിന്റെ സ്ഥാനത്തേക്ക്, ലാട്രിയ എന്ന് പറയുന്ന ആ സ്ഥാനത്തേക്ക് മറിയാമിനെ ഒരിക്കലും നമ്മൾ കൊണ്ടുവരികയില്ല. We venerate Saint Mary and she is regarded as the first among all saints. First among all saints. എല്ലാ സെയിൻസിന്റെയും 1ാം സ്ഥാനം മറിയാമിനാണ്. because she is occupying a very, very unique position, because she is the mother of God. ലോകത്തിൽ ആർക്കും കിട്ടാത്ത
ഒരു യുണീക്ക് പൊസിഷനാണത്. മാതാവ് കർത്താവിനെ ഗർഭം ധരിച്ചു എന്നുള്ളത്.